നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വെള്ളക്കെട്ട് ഒഴിയാതെ താഴ്ന്ന പ്രദേശങ്ങൾ. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നു. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. അരൂർ തുറവൂർ പാതയിലെ ദുരിതയാത്ര. 2 ദിവസത്തിനിടയിൽ ജോലി തുടങ്ങാൻ ശ്രമം. റോഡ് ടാർ ചെയ്യുന്നത് 2 ഘട്ടങ്ങളിലായി. വിഷയം ദലീമ ജോജോ MLA നിയമസഭയിൽ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ 4 കൂടി പക്ഷിപ്പനി സ്ഥിരീകരണം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് 3 മാസത്തിനിടയിൽ 28 കേന്ദ്രങ്ങളിൽ. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ആലപ്പുഴ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ ആരംഭിച്ചു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബിലാണ് 2 ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിൽ പുറത്തിറങ്ങാനാവാതെ ദുരിത ജീവിതവുമായി ഒരു കുടുംബം. ചേർത്തലയ്ക്കടുത്ത് പുതിയകാവിന് സമീപത്താണ് ദുരിതക്കാഴ്ച. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നു. നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിൽ. നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. ചേർത്തല താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചേർത്തല തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡ് അംബേദ്കർ സാംസ്കാരിക നിലയത്തിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കരിപ്പച്ചാൽ പ്രദേശത്തുള്ള 6 കുടുംബങ്ങളിൽ നിന്നും 10 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചേർത്തല നഗരത്തിൽ മനോരമ കവല വയലാർ റോഡിൽ വയലാർ പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വാഹന ഗതാഗതവും മുടങ്ങിയിട്ടുണ്ട്. റോഡിലെ കുഴിയും വെള്ളക്കെട്ടും രൂക്ഷമായതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ചേർത്തല നഗരസഭ പട്ടണക്കാട്, വയലാർ, ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, തുറവൂർ, എഴുപുന്ന, പാണാവള്ളി, തണ്ണീർമുക്കം, തൈക്കാട്ടുശ്ശേരി, വയലാർ എന്നീ പഞ്ചായത്തുകളുടെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ വേമ്പനാട്ട് കായലിലെയും കൈവഴികളിലെയും ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റും തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കവും ദുരിതം വിതയ്ക്കുകയാണ്. ന്യൂസ് ചേർത്തല. അരൂർ തുറവൂർ പാതയിലെ ദുരിത യാത്രയ്ക്ക് പരിഹാരമാകുന്നു. അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായിട്ടാണ് റോഡിന്റെ ടാറിംഗ് നിർമ്മാണം നടത്താൻ ആലോചിക്കുന്നത്. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്പനി അധികാരികൾ നടപടി തുടങ്ങി. മഴ മാറുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ടാറിങ്ങിനുള്ള ജോലികൾ ആരംഭിക്കും. വലിയ കുഴികൾ രൂപപ്പെട്ട ഭാഗങ്ങളിൽ മെറ്റൽ ഇറക്കി നിരത്തുകയാണ്. ആദ്യഘട്ടം അരൂരിൽ നിന്നും തുറവൂർ വരെയുള്ള കിഴക്ക് ഭാഗത്തെ പാതയുടെ നവീകരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാതയിൽ അരൂർ ക്ഷേത്രംകവല, ആബാദ്, ചന്ദ്രൂർ സ്കൂൾ, എരമല്ലൂർ, കോടംതുരുത്ത് എന്നിവിടങ്ങളിൽ പെയ്ത്തുവെള്ളം നിറഞ്ഞ ഭാഗത്തുണ്ടായ വെള്ളക്കെട്ട് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നീക്കിയിരുന്നു. ഇവിടങ്ങളിൽ രൂപപ്പെട്ട കുഴികളിൽ മെറ്റൽ വിരിക്കുന്ന ജോലി തുടങ്ങി. അരൂരിൽ നിന്നും തുറവൂരിലേക്ക് പോകുന്ന കിഴക്ക് ഭാഗത്തെ റോഡാണ് ആദ്യം ടാർ ചെയ്യുക. ഈ സമയത്ത് എറണാകുളം ഭാഗത്തു നിന്നും ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം കവലയിൽ നിന്നും അരൂക്കുറ്റി റോഡിലൂടെ കടത്തിവിടും. അവധി ദിവസങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാകും ജോലികൾ ആരംഭിക്കുക. ടൈനൂസ്, തുറവൂർ. അരൂർ തുറവൂർ എലിവേറ്റഡ് പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന യാത്രാക്ലേശത്തിനും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്ന് അരൂർ MLA ദലീമ ജോജോ ഇക്കാര്യം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ മണ്ഡലത്തിലൂടെ എലിവേറ്റഡ് ഹൈവേ വരുന്നു എന്നറിഞ്ഞ കാലഘട്ടത്തിൽ വളരെ സന്തോഷിച്ചു. എൻ്റെ നാട് വലിയ പുരോഗതി പ്രാപിക്കുന്നുവല്ലോ എന്നോർത്ത്. പക്ഷേ ഇന്ന് ഞാൻ വളരെ നൊമ്പരപ്പെടുകയും ദിവസവും ശപിക്കുകയും ചെയ്ത ഒന്നായി അത് മാറി. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണ് സർ. ദേശീയപാതയിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. പൈലിംഗ് നടത്തുന്ന ചെളി റോഡിലേക്ക് ഒഴുക്കി വിടുന്നത് മൂലം പൊക്കാളിപ്പാടശേഖരത്തിലെ ചെളിയിലൂടെ നടന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ്. അതിലെ കാലുകുഴഞ്ഞ് നമുക്ക് അപകടം ഉണ്ടാവാറില്ല സാർ. ഇത് വലിയ അപകടമാണ്. കാരണം ഈ ചെളിയും വെള്ളവും പൊങ്ങി നിൽക്കുമ്പോൾ വൻ ഗർത്തങ്ങൾ പോലെ അവിടെ കുഴികളാണ് സാർ. ഇതറിയാതെ വരുന്ന പാവപ്പെട്ട കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളും ബൈക്ക് യാത്രക്കാരും കൺമുന്നിൽ പിടഞ്ഞു വീഴുകയാണ്. നിർമ്മാണം തുടങ്ങിയ ശേഷം 20ഓളം മരണങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. ദിവസം പ്രതി 10 വീതം അപകടങ്ങൾ. അരൂർ മുതൽ തുറവൂർ വരെ മണിക്കൂറുകൾ എടുത്താണ് ജനങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. രോഗികളുമായി പോകുന്ന ആംബുലൻസ് സമയത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ രോഗികൾ മരിക്കുവാൻ ഇടവരുന്ന തരത്തിലാണ്. സമയത്ത് ജോലിക്കെത്തുവാൻ കഴിയാതെ പല മനുഷ്യരുടെയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. വഴിയരികിലെ പല കച്ചവടങ്ങളും പൂട്ടപ്പെട്ടും
ഇപ്പോൾ ഇരിക്കുകയാണ്. നമ്മുടെ കോവിഡ് മഹാമാരിക്കാലത്തും വെള്ളപ്പൊക്ക സമയത്തും എൻ്റെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ഇത്ര ദുരിതം അനുഭവിച്ചിട്ടില്ല സാർ. നമുക്ക് അവിടെ MLA ഫണ്ട് കൊണ്ടുപോയി ദേശീയപാതയിൽ വയ്ക്കുവാനും പറ്റില്ല, കാരണം അത് നാഷണൽ ഹൈവേ ദേശീയപാത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. ഈ നിമിഷവും ഞാൻ ഈ നിയമസഭയിൽ വളരെ വേദനയോടെയാണ് ഇരിക്കുന്നത് സാർ. അങ്ങ് ഈ നിമിഷം സെർച്ച് ചെയ്താൽ തുറവൂർ മുതൽ അരൂർ വരെ എത്രമാത്രം ബ്ലോക്ക് അനുഭവിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവും തുടക്കം മുതൽ ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിരവധി മീറ്റിങ്ങുകളിലൂടെ അവർക്ക് പല നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ യാതൊരു മാറ്റവും ഇതിൽ ഉണ്ടായിട്ടില്ല. ആയതിനാൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ ഇടപെടൽ ഉണ്ടായി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുവാനും മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ സജി ചെറിയാനും പ്രസാദ് മിനിസ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ അടിയന്തരമായി മണ്ഡലത്തിൽ യോഗം വിളിച്ച് ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാനും ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. റോഡുകൾ സഞ്ചാര യോഗ്യമല്ല. കുണ്ടും കുഴികളും ചെളിയും നിറഞ്ഞതായി റോഡ് മാറിയിരിക്കുന്നു. റോഡിന്റെ ഗർത്തങ്ങളിൽ നിരവധി യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 20 മേൽ അപകട മരണങ്ങളും ഉണ്ടായി. ദിനംപ്രതി 10 വീതം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അരൂർ മുതൽ തുറവൂർ വരെ മണിക്കൂറുകളെടുത്താണ് ഓരോ ആളുകളും സഞ്ചരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്ക് യഥാസമയം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. ജോലി സ്ഥലങ്ങളിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഹൈവേ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പല നിർദ്ദേശങ്ങളും വച്ചെങ്കിലും അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. സിഗ്നൽ സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. ടൈനൂസ്. ആലപ്പുഴ ജില്ലയിൽ 4 ഇടത്തുകൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 3 മാസത്തിനിടയിൽ 28 സ്ഥലങ്ങളിലാണ് പക്ഷിപ്പനി വ്യാപനം ഉണ്ടായത്. പക്ഷിപ്പനി വ്യാപനത്തെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. സാമ്പിളുകളും ശേഖരിച്ചു. ജില്ലയിൽ 4 ഇടത്തുകൂടി കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തിൽ 14, 16 വാർഡുകൾ, കടക്കരപ്പള്ളി വാർഡ് 2, കഞ്ഞിക്കുഴി വാർഡ് 2 എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ 3 മാസത്തിനിടെ 28 തവണയാണ് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വെള്ളി, ശനി ദിവസങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ കള്ളിംഗ് പൂർത്തീകരിച്ച് വരുമ്പോഴാണ് പുതിയ സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ കള്ളിംഗ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ ചെങ്ങന്നൂർ ഹാച്ചറിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ഹാച്ചറിയിലെയും സമീപത്തെയുമായി 11,789 വളർത്തുപക്ഷികളെ കൊന്ന് മറവ് ചെയ്തു. ഹാച്ചറിയിലെ കോഴിക്കൂടുകളിലെ വളവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേന്നംപള്ളിപ്പുറം, വയലാർ, തൈക്കാട്ടുശ്ശേരി, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിലായി 30,000-ലേറെ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കി. മഴ കാരണം പലയിടത്തും കള്ളിംഗ് ദുഷ്കരമാണ്. ജില്ലയിലെ ദ്രുതകർമ്മ സേനാംഗങ്ങളിൽ ഭൂരിഭാഗവും ക്വാറന്റീനിലായതിനാൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ദ്രുതകർമ്മ സേന കൂടി എത്തിയാണ് കള്ളിംഗ് നടത്തിയത്. കഴിഞ്ഞ ദിവസം അണുനശീകരണം നടത്തി പുതിയതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ കള്ളിംഗ് നടത്തുന്നതിനെക്കുറിച്ചുള്ള യോഗവും ചേർന്നു. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം ജില്ലയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. തണ്ണീർമുക്കം, ചേർത്തല നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ, ചെറുതന, ചെങ്ങന്നൂർ ഹാച്ചറി എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം പൂർത്തിയാക്കിയത്. വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സംഘം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഫാമുകൾ, പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം തുടങ്ങിയവ കാരണങ്ങളാണ് സംഘം പഠന വിധേയമാക്കിയത്. വൈറസിന്റെ സ്വഭാവവും അത് പടരാനുള്ള സാഹചര്യവും സംബന്ധിച്ച് സംഘം പഠനം നടത്തും. തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധരുമായി ചർച്ച ചെയ്യും. സംസ്ഥാന തലത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സംഘാംഗങ്ങളായ പൂക്കോട് വെറ്റിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ചിന്തു രവിശങ്കർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ P. രാജീവ്, ഡോക്ടർ S. അപർണ, ഡോക്ടർ ഹരീഷ്, ഡോക്ടർ D. സഞ്ജയ് എന്നിവരാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. ടൈനൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബ് ആസ്ഥാനത്താണ് 2 ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബിന്റെ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നടന്നു. സബ് യൂത്ത്, യൂത്ത്, ജൂനിയർ, സീനിയർ മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 70ഓളം ഷൂട്ടേഴ്സ് പങ്കെടുത്തു. 10 മീറ്റർ എയർ റൈഫിൾ ഓപ്പൺ സെറ്റ്, 10 മീറ്റർ എയർ പിസ്റ്റൾ, 10 മീറ്റർ പീപ്പ് സൈറ്റ് എയർ റൈഫിൾ, 25 മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റൾ, 50 മീറ്റർ ഫയർ ആംസ് റൈഫിൾ എന്നീ ഇനങ്ങളിൽ മത്സരം നടന്നു. ആലപ്പുഴ ജില്ലാ കളക്ടറും റൈഫിൾസ് അസോസിയേഷൻ പ്രസിഡന്റുമായ അലക്സ് വർഗീസ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത വർഷം അടുത്ത ഒരു
ഒളിമ്പിക്സിനകത്ത് 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അന്ന് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവണം തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അടുത്ത ഒളിമ്പിക്സിലൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിന് ആലപ്പുഴയുടെ ഒരു വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതിന് റൈഫിൾ അസോസിയേഷൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നമ്മുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും. കുട്ടികൾ അത് ഒരു യഥാവിധം പ്രയോജനപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ പാരൻസിന് ഉൾപ്പെടെ ഒരു സപ്പോർട്ട് കൊടുത്ത് യഥാവിധം പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. നേരത്തെ സൂചിപ്പിക്കുമാതിരി നമുക്ക് ഇപ്പോൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ട്രബിൾസം സമയമാണ് ഇപ്പോൾ നമുക്ക്. ആലപ്പുഴ ജില്ലകളിലെ പല ഭാഗത്തും മഴയുടെ ഉൾപ്പെടെയുള്ള കാഠിന്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടാതെ ഇന്നലെ മെനങ്ങാതുമായിട്ടൊക്കെ തന്നെ മുട്ടാർ പോർഷനിലൊക്കെ ഭയങ്കര ഫ്ലഡിങ്ങിൻ്റെ വിഷയമാണ്. മുട്ടാർ തലപടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പമ്പയിലും മണിമലയിലും വെള്ളം ഉയർന്നാൽ ആദ്യം നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് മുട്ടാറും ഈ ഭാഗങ്ങളാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ഫുൾ സ്കൂളുകൾക്ക് അവധി കൊടുത്തു. ഇന്നലെ ഇപ്പം ഒരു 5-4 താലൂക്കുകളിൽ അവധി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം കള്ളിങ്ങിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് ഏകദേശം 1.5 ലക്ഷത്തോളം പക്ഷിമൃഗാദികളെ നമുക്ക് കൊല്ലേണ്ടതായിട്ട് വന്നു. നമ്മുടെ ചേർത്തല ചേർത്തല ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. അപ്പോൾ അതിൻ്റെ എപ്പിസെൻ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ചേർത്തലയാണ്. അപ്പോൾ പല കേസുകളും നമ്മൾ നേരത്തെയൊക്കെ തന്നെ നമ്മൾ എടത്തുവായിലും ചെറുതനയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം അവിടെ സ്പ്രെഡിങ് എല്ലാം ഇതുണ്ടാവുന്നില്ല. ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് AC ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു. റൈഫിൾസ് അസോസിയേഷൻ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റൈഫിൾസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ, ജോയിന്റ് സെക്രട്ടറി DK ഹാരിഷ്, ട്രഷറർ ഗോപാലനാചാരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VS കണ്ണൻ, P മഹാദേവൻ, AC വിനോദ് കുമാർ, S ജോയി, അവിരാത്തരകൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തൊഴുത്തിൽ കെട്ടിയിരുന്ന കറവ പശുവിൻ്റെ കഴുത്തിൽ ഇരുമ്പ് പൈപ്പ് തുളച്ചു കയറി. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൈപ്പ് പുറത്തെടുത്തത്. ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറത്താണ് സംഭവം. പള്ളിപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് ആഞ്ഞിലിക്കൽ ക്ഷീരകർഷകനായ നന്ദകുമാറിന്റെ കറവപ്പശുവിന്റെ കഴുത്തിലാണ് 5 അടിയോളം നീളവും 1.5 ഇഞ്ച് വ്യാസവുമുള്ള ഇരുമ്പ് പൈപ്പ് തുളഞ്ഞു കയറിയത്. തൊഴുത്തിനുള്ളിൽ പശുവിനെ കെട്ടുന്നതിന് തറച്ചിരിക്കുന്ന പൈപ്പാണ് അപകടമുണ്ടാക്കിയത്. പശുവിന്റെ കഴുത്തിന്റെ താഴെ ഭാഗത്തുകൂടി തുളഞ്ഞു കയറിയ പൈപ്പിന്റെ പകുതി ഭാഗത്തോളം മറുവശത്തുകൂടി പുറത്തു വന്നിരുന്നു. പുലർച്ചെ പശുവിനെ കറക്കാൻ തൊഴുത്തിലെത്തിയപ്പോഴാണ് ഇരുമ്പ് പൈപ്പ് തുളഞ്ഞു കയറി അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന പശുവിനെ കണ്ടത്. ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിരമിച്ച സ്വകാര്യ ക്ലിനിക് നടത്തുന്ന റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ CK പ്രേംകുമാറിനെ വിവരമറിയിച്ചു. ഡോക്ടർ എത്തി പശുവിന് അനസ്തീഷ്യ നൽകി. ചേർത്തലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ് 2ആയി മുറിച്ചതിന് ശേഷം പശുവിന്റെ കഴുത്തിൽ നിന്ന് പൈപ്പ് പതുക്കെ ഊരിയെടുത്തു. തുടർന്ന് മുറിവ് തുന്നിക്കെട്ടി മരുന്ന് നൽകി. പശുവിന്റെ കഴുത്തിലെ പ്രധാന ഞരമ്പിന് സമീപത്തുകൂടിയാണ് പൈപ്പ് തുളഞ്ഞു കയറിയതെങ്കിലും ഞരമ്പിൽ മുറിവ് സംഭവിക്കാതിരുന്നുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ മുറിവ് ഉണങ്ങുമെന്നും ഡോക്ടർ CK പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. പശുവിന്റെ കഴുത്തിലെ പ്രധാന ഞരമ്പിന് സമീപത്തുകൂടിയാണ് പൈപ്പ് തുളഞ്ഞു കയറിയതെങ്കിലും ഞരമ്പിന് മുറിവ് സംഭവിക്കാതിരുന്നതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും പശുവിന്റെ കഴുത്തിലെ പ്രധാന ഞരമ്പിന് സമീപത്തുകൂടിയാണ് പൈപ്പ് തുളഞ്ഞു കയറിയതെങ്കിലും ഞരമ്പിൽ മുറിവ് സംഭവിക്കാതിരുന്നതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ മുറിവ് ഉണങ്ങുമെന്നും ഡോക്ടർ CK പ്രേംകുമാർ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ലോകഭൂപടത്തിൽ ഇടം നേടിയ പാതിരാമണൽ ദ്വീപിന്റെ വികസന പ്രവർത്തനത്തിനുള്ള നടപടികൾ തുടരുന്നു. എമാരും MP ആയിരുന്ന സമയത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുന്നത്. കൂടുതൽ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പാക്കണമെന്ന് ആവശ്യം. ആലപ്പുഴ ജില്ലയുടെ ടൂറിസം വികസനത്തിന് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കാൻ പര്യാപ്തമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിന് നടപടി വേണമെന്ന ആവശ്യം. ആലപ്പുഴ മുതൽ കൊച്ചി വരെയുള്ള വിശാലമായ കായൽ സൗന്ദര്യം ചൂഷണം ചെയ്യുന്നതിന് ഫലപ്രദമായ നടപടികൾ ഇന്നും അന്യമാണ്. 18ഓളം ചെറുതും വലുതുമായ ദ്വീപുകളാൽ സമ്പന്നമാണ് ഈ മേഖല. ഇതിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നതാണ് പാതിരാമണൽ ദ്വീപ്. അഡ്വക്കേറ്റ് AM ആരിഫ് MP ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പാർക്കിന്റെ നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികളും ആവശ്യമാണ്. ബോട്ട് ജെട്ടികളുടെ പോരായ്മയാണ് മുഖ്യ പ്രശ്നം. ദ്വീപിലേക്കുള്ള മുഖ്യ പ്രവേശന കവാടമായ കായിപ്പുറം ജെട്ടിയിൽ നിന്നുള്ള ജലയാനങ്ങളും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും ദ്വീപിൽ അടുക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയിലാണ്. ഒരു ബോട്ട് മാത്രം അടുക്കാൻ കഴിയുന്ന സൗകര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനാൽ ഊഴം കാത്ത് കിടന്നു വേണം ബോട്ടുകൾ ദ്വീപിലേക്ക് അടുക്കാൻ. ഇതിനാൽ സൗകര്യങ്ങളോടെ കൂടുതൽ ബോട്ട് ജെട്ടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദ്വീപ് വികസനം ആവശ്യപ്പെട്ട പല സംഘടനകളും കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്.
ബോട്ട് ശ്രാങ്ക് അസോസിയേഷനും BDJസും സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 18ഓളം ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 18ഓളം ടീമുകൾ പങ്കെടുത്തു. ICSE B സോൺ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റാണ് ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചത്. പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ജീന ജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. I wish to congratulate my dear friend Sister Noel, Post School Principal, and all the group members that you took effort for conducting B-Sound basketball tournament here in St. Anne's Public School, Patanagar. I congratulate your hard work and passion, sister. Very good. Thank you all. Okay, then children, I want to say, you are not children now, you are players. Sorry, my dear players, basketball players. I want to remind you 2-3 points. Respect your opponents. First of all, you should remember that when you are in the court, you should give respect to your opponents. Okay? Play with your heart. Try to enjoy each and every moment. Because try to enjoy every moment. അരൂർ അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിലെ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ലിസി ആന്റണി, സ്കൂൾ മാനേജർ സിസ്റ്റർ റാണി മരിയ, പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ റോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ മുതൽ കായംകുളം വരെയുള്ള സ്കൂളുകളിലെ 18ഓളം ടീമുകൾ മത്സരിച്ചു. സമാപന ചടങ്ങിൽ ചേർത്തല CI G പ്രൈജു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി വനിതകളുടെ സ്വയം സംരംഭമായ ഓയിൽ മിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പുതിയ പദ്ധതി ആരംഭിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യവസായ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച വനിതാ സ്വയം തൊഴിൽ സംരംഭമായ ഓയിൽ മില്ലിന്റെ ഉദ്ഘാടനം നടന്നു. അഞ്ജിത, ദിവ്യ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് 5 തെങ്ങിൽ ഓയിൽ മിൽ എന്ന പുതിയ സംരംഭത്തിന് തുടക്കമായത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അജയകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മദൻലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ഷിബു, വ്യവസായ വികസന ഓഫീസർ ദിലീപ് കുമാർ D എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. റോട്ടറി ഗവർണർ ഡോക്ടർ G സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സംഗമം ഗവർണർ ഡോക്ടർ G സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനത്തെ ഗവർണേഴ്സ് വിസിറ്റാണ് ഈ ചേർത്തലയിൽ നടക്കുന്നത്. നമ്മുടെ പത്മനാഭൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ശ്രീ ട്രിവാൻഡ്രം റോട്ടറി ക്ലബ്ബിൽ നിന്നാണ് നമ്മുടെ ഗവർണേഴ്സ് വിസിറ്റ് തുടങ്ങുന്നത്. ആഗസ്റ്റ് 15-ന് വളരെ മനോഹരമായിട്ട് അവരുടെ രാജകീയ തിരുവിതാംകൂർ രാജകീയ വസതിയിലൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഗവർണേഴ്സ് വിസിറ്റ് തുടങ്ങുക. അവസാനം അന്ത്രപ്പേർ ഗാർഡൻസിൽ നടന്ന കുടുംബ സംഗമത്തിൽ പ്രസിഡന്റ് N അനുഷ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ഡോക്ടർ സ്മിത സുമിത്രൻ, അസിസ്റ്റന്റ് ഗവർണർ M മോഹനൻ നായർ, K ബാബുമോൻ എന്നിവർ ആദരിച്ചു. സെക്രട്ടറി D ഗിരീഷ് കുമാർ, PK ധനേശൻ, PK ജോസഫ് സാംസൺ, മെജോ ഫ്രാൻസിസ്, ബിജു മല്ലാരി, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. സൂര്യ TV ആലപ്പുഴ റിപ്പോർട്ടറായിരുന്ന R മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബ്ബും
ആർ മാനസൻ സുഹൃത്ത് വേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ ഷാജു ചന്തപുരയാണ് അവാർഡിന് അർഹനായത്. ശനിയാഴ്ച ഉച്ചയോടെ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സൂര്യ TV റിപ്പോർട്ടറായിരുന്ന ആർ മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബ്ബും മാനസൻ സുഹൃത്ത് വേദിയും ചേർന്ന് നൽകുന്ന പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്ക്. ആടിനെ മേയിച്ചുകൊണ്ട് 1000ഓളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വീട്ടമ്മയുടെ കഥ പറഞ്ഞ വാർത്തയ്ക്കാണ് പുരസ്കാരം. മനോരമ ന്യൂസ് മുൻ പ്രിൻസിപ്പൽ ക്യാമറമാൻ PJ ചെറിയാൻ, ഏഷ്യാനെറ്റ് മുൻ ചീഫ് ക്യാമറമാൻ KP വിനോദ്, മുൻ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ SD വേണുകുമാർ, ജന്മഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് R അജയകുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി G സുധാകരൻ സമ്മാനിക്കും. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ S നാഗദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് S സജിത്ത് അധ്യക്ഷനാവും. മാനസൻ സുഹൃത്ത് വേദി ചെയർമാൻ PD ലക്കി, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ MM ഷംസുദ്ദീൻ, KA ബാബു എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. അവാർഡ് ജേതാവ് ഷാജു ചന്തപുര മറുപടി പ്രസംഗം നടത്തും. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി TK അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് പുന്നപ്ര നന്ദിയും പറയും. ടൈം ന്യൂസ് ആലപ്പുഴ. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിൽ പുറത്തിറങ്ങാനാവാതെ ദുരിത ജീവിതവുമായി ഒരു കുടുംബം. ചേർത്തലയ്ക്കടുത്ത് പുതിയകാവിൽ നിന്നുള്ള ഒരു വാർത്ത. പട്ടണക്കാട് പഞ്ചായത്ത് 7ാം വാർഡിൽ പുതിയകാവ് താമരശ്ശേരി വീട് വെള്ളത്തിന് നടുവിൽ. വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ സ്വദേശിനി കൊച്ചു ത്രേസ്യയും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതം. വീടിനു ചുറ്റും വെള്ളക്കെട്ട്, പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. അസുഖബാധിതയായ കൊച്ചു ത്രേസ്യയോടൊപ്പം മകനും അപകടത്തിൽ പരിക്കേറ്റ സഹോദരൻ ഷാജിയുമാണ് താമസിക്കുന്നത്. വീടിനു ചുറ്റും മുട്ടൊപ്പം വെള്ളമായതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത പരിതാപകരമായ സ്ഥിതി. ഞങ്ങൾ ഹൈവേ സൈഡിന് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഹൈവേയുടെ പണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം പൊളിച്ച് നീക്കേണ്ടി വന്ന് ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് കച്ചവടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയം. അപ്പോൾ ഈ മഴ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ കാണയുണ്ടായിരുന്നു. ആ കാണ അടച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഈ വെള്ളക്കെട്ടും കാലിന് പൊട്ടലും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. ഇപ്പം ഞങ്ങളിന്ന് ഫുഡ് പോലും വെച്ചിട്ടില്ല ഇവിടെ. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ ഈ പെരക്കകത്ത് തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. എൻ്റെ ബ്രദറിനാണേലും കാലിൻ്റെ വിരൽ 2 മുറിച്ചിരിക്കുക. ഇവരുടെ കാലിന് സുഖമില്ല എന്നത് മറ്റൊരു പ്രതിസന്ധി. 1 മാസമായി ഈ ദുരിതം അനുഭവിക്കുകയാണെന്ന് കൊച്ചു ത്രേസ്യ പറയും. അപ്പം ഞങ്ങൾ ആകെ ദുരിതത്തിലാണിപ്പോൾ. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടൊന്നും മാറാനുള്ള നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് ഒരു വെള്ളക്കെട്ടില്ലാത്തൊരു വീട്, അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ആരെങ്കിലും തരണം. ദേശീയപാതയോരത്ത് ഫ്രൂട്ട്സ് കട നടത്തിയായിരുന്നു ഉപജീവനം. ദേശീയപാത വികസനം വന്നതോടെ അതും ഇല്ലാതായി. ആഹാരത്തിനും മരുന്നിനും നിവർത്തിയില്ലാത്ത സാഹചര്യം. വെള്ളക്കെട്ട് ദുരിതം മറ്റൊരു വശത്ത്. ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട കുടുംബം. ടൈം ന്യൂസ് ചേർത്തല. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മതിലിടിഞ്ഞ് വീണ് മരണപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥി ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശി അൽ ഫയാസിൻ്റെയും കേബിൾ ജോലിക്കിടെ ഷോക്കേറ്റ് മരണപ്പെട്ട ടെക്നീഷ്യൻ പ്രജീഷിൻ്റെയും കുടുംബത്തെ സഹായിക്കാൻ നടപടി. ഇരുവരുടെയും കുടുംബത്തെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് MLA. മതിലിടിഞ്ഞ് വീണ് മരിച്ച ആറാട്ടുവഴി സ്വദേശിയായ വിദ്യാർത്ഥി അൽഫയാസിൻ്റെയും TV കേബിൾ നന്നാക്കുമ്പോൾ ഷോക്കേറ്റ് മരിച്ച ടെക്നീഷ്യൻ പാതിരപ്പള്ളി സ്വദേശി P പ്രജീഷിൻ്റെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ വീതവും മുഖ്യമന്ത്രിയുടെ പ്രത്യേക ധനസഹായവും ലഭ്യമാക്കുമെന്നും PP ചിത്തരഞ്ജൻ MLA അറിയിച്ചു. മുഹമ്മ ആര്യക്കര ദേവീക്ഷേത്രത്തിലെ മണിക്കിണർ സമർപ്പണം ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. മുഹമ്മ ആര്യക്കര ദേവീക്ഷേത്രത്തിലെ മണിക്കിണർ സമർപ്പണം ഭക്തിസാന്ദ്രമായി. നാലമ്പലത്തിന് പുറത്തായിരുന്നു നേരത്തെ മണിക്കിണർ ഉണ്ടായിരുന്നത്. ഇത് നാലമ്പലത്തിന് ഉള്ളിൽ വേണമെന്ന വിശ്വാസം ഉദിച്ചതോടെയാണ് ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര വിശ്വാസികളും കൈകോർത്തത്. ഇതേ തുടർന്ന് കമനീയമായ രീതിയിൽ മണിക്കിണർ നിർമ്മിക്കുകയായിരുന്നു.
ഭക്തരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ നടന്ന സമർപ്പണ ചടങ്ങിന് ബിജു ശാന്തി കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് കെ അശോക് കുമാർ, സെക്രട്ടറി CA കുഞ്ഞുമോൻ, ഭാരവാഹികളായ CK ചിദംബരൻ, MD ബാബു, ഉദയൻ നന്ദങ്കേരിൽ, KV മോഹൻദാസ്, CS സുരേന്ദ്രൻ, PM ചന്ദ്രശേഖരൻ, NR രോഹിത്, J ജയലാൽ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞയിടെ 40 ലക്ഷം ചെലവിൽ യജ്ഞശാല നിർമ്മാണം നടത്തിയതിന് പിന്നാലെയാണ് മണിക്കിണർ നിർമ്മാണവും പൂർത്തിയാകുന്നത്. ടൈനൂസ് മുഹമ്മദ്. തട്ടിപ്പ് കേസിലെ പ്രതി 16 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ പുറക്കാട് സ്വദേശി പ്രജിമോനെ ഗുജറാത്തിൽ നിന്നാണ് അമ്പലപ്പുഴ പോലീസ് പിടികൂടിയത്. തട്ടിപ്പ് കേസിൽ പ്രതിയെ 16 വർഷത്തിന് ശേഷം ഗുജറാത്ത് കച്ചിലെ ഭുജിൽ നിന്നും അമ്പലപ്പുഴ പോലീസ് പിടികൂടി. തോട്ടപ്പള്ളി 2189 നമ്പർ SNDP ശാഖയിൽ 1997, 2006 കാലത്ത് സെക്രട്ടറിയായിരുന്ന പുറക്കാട് പഞ്ചായത്ത് 10-ാം വാർഡ് ഗൗരി മന്ദിരത്തിൽ പ്രിജിമോൻ 53 പിടിയിലായത്. 16 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ശാഖയിൽ സെക്രട്ടറിയായിരുന്ന കാലത്ത് ശാഖയ്ക്കായി പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിച്ച് തിരിമറി നടത്തിയ കേസിലാണ് അറസ്റ്റ്. 2007 മുതൽ അമ്പലപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത നിരവധി കേസിൽ പ്രതിയാണ് പ്രിജിമോൻ. ഇതിൽ ഒരു കേസിൽ റിമാൻഡിലായി കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ശേഷം മുങ്ങുകയായിരുന്നു. പ്രതിയുടെ കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഫോൺ വിളി സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ചിരുന്നതാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. അമ്പലപ്പുഴ പോലീസ് ഗുജറാത്തിലെത്തി 2 ആഴ്ച താമസിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടിയത്. ബുധനാഴ്ച 3-ന് അമ്പലപ്പുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വെള്ളക്കെട്ട് ഒഴിയാതെ താഴ്ന്ന പ്രദേശങ്ങൾ. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നു. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. അരൂർ തുറവൂർ പാതയിലെ ദുരിതയാത്ര. 2 ദിവസത്തിനിടയിൽ ജോലി തുടങ്ങാൻ ശ്രമം. റോഡ് ടാർ ചെയ്യുന്നത് 2 ഘട്ടങ്ങളിലായി. വിഷയം ദലീമ ജോജോ MLA നിയമസഭയിൽ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ 4 പക്ഷിപ്പനി സ്ഥിരീകരണം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് 3 മാസത്തിനിടയിൽ 28 കേന്ദ്രങ്ങളിൽ. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ആലപ്പുഴ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ ആരംഭിച്ചു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബിലാണ് 2 ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിൽ പുറത്തിറങ്ങാനാവാതെ ദുരിത ജീവിതവുമായി ഒരു കുടുംബം. ചേർത്തലയ്ക്കടുത്ത് പുതിയകാവിന് സമീപത്താണ് ദുരിതക്കാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.